നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ചിന്തകളുടെ ആ ഒരു ലൂപ്പിനകത്ത് സ്റ്റക്കായി പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നടന്ന ചില ഇൻസിഡൻറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് എവിടെയോ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ഓവർ തിങ്കിങ്. ഇത് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതേ കാര്യം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാലാണ് അത് സ്ട്രെസ്സിലോട്ടും ആങ്സൈറ്റിയിലോട്ടും ഈവൻ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയെ പോലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ സന്തോഷത്തെ പോലും ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലോട്ട് ഇത് മാറുന്നത്. സോ അത്തരത്തിലൊരു കണ്ടീഷനിലോട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു കൺട്രോൾ ഇറ്റ്. സോ അതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം നസീബ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് how to stop overthinking. So let's get started. Tip number 1, recognize and challenge your thoughts. പലപ്പോഴും ഈ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ നെഗറ്റീവ് തോട്ടിൽ നിന്നായിരിക്കും, പിന്നീട് അത് ഔട്ട് ഓഫ് കൺട്രോളിലോട്ട് മാറുന്നതാണ്. സോ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങളോട് തന്നെ ചോദിക്കുക, ആർ ദീസ് തോട്ട്സ് ആർ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ഓർ ജസ്റ്റ് അസംഷൻ? നമ്മൾ ചുമ്മാ നമ്മുടെ ഊഹത്തിൻ്റെ പുറത്ത് ചുമ്മാ ചിന്തിച്ച് കൂട്ടുന്നതാണോ അതോ ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേടി ഇപ്പോൾ വരാൻ പോകുന്ന ഒരു എക്സാമിനെ കുറിച്ചാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യം ഞാൻ തോറ്റുപോകും എന്നുള്ളതാണെങ്കിൽ ആ തോറ്റുപോകും എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുക, ഞാൻ ഏതെങ്കിലും എക്സാമിന് മുന്നേ തോറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന എക്സാമിന് ഞാൻ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ നമ്മൾ ആ തോട്ട്സിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ റിയാലിറ്റിയിലോട്ട് അല്ലെങ്കിൽ റിയലായിട്ട് നമ്മൾ എടുക്കേണ്ട ആക്ഷനിലോട്ട് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിന് ആൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് പവറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 2, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗവും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ആലോചിച്ചിട്ടായിരിക്കും. എന്നാൽ മൈൻഡ്ഫുൾനെസ് നമ്മളെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് റെഗുലർ മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിനെ കാമാക്കാൻ, നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. സോ കുറച്ച് സമയമെങ്കിലും ഇതിനു വേണ്ടി ഓരോ ദിവസവും മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ ആ ഒരു കാര്യമായിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം. ടിപ്പ് നമ്പർ 3, ടോക്ക് ടു സമ്മൺ യു ട്രസ്റ്റ്. നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ അടുത്തോ സംസാരിക്കുന്നത് വഴി നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഫ്രഷ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവർ തരുന്ന സപ്പോർട്ട്, അഡ്വൈസ്, ഇതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ഓവർ തിങ്കിങ് സൈക്കിളിനകത്ത് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ടിപ്പ് നമ്പർ 4, ടേക്ക് ആക്ഷൻ ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണെങ്കിൽ അതിങ്ങനെ ചിന്തിച്ച് വറീഡായിട്ടിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമോ അതിനകത്ത് ഫോക്കസ് ചെയ്യുക. അതിനി എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരി, നോ മാറ്റർ ഹൗ സ്മോൾ. കാരണം ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫീൽ ലൈക്ക് മോർ ഇൻ കൺട്രോൾ ആൻഡ് ലെസ് ഓവർ ഹീൽഡ് ബൈ യുവർ തോട്ട്സ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ, അതായത് നമ്മുടെ പഠനം, എക്സാം, ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ തോൽക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ഒരു ആക്ഷൻ, അതിന് എത്ര കുറച്ച് ഭാഗം നിങ്ങൾ പഠിക്കുന്നു അതൊന്നും വിഷയമേ അല്ല, ബട്ട് നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദാറ്റ് ആക്ഷൻ വിൽ ഹെൽപ്പ് യു ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റ്സും ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. And always remember, it is normal to face challenges and setbacks, but with the right mindset and strategies, you can overcome them and keep moving forward.